ഗായ്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖായിരിക്കുന്നു? ഞാൻ ഇവിടെ അടിപൊളിയായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ എന്താണ് ഈ വേഷത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുഞ്ഞിൻ്റെ ആനിവേഴ്സറി ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് റെഡിയായി പോവാന്ന്. അപ്പോൾ ഞാനിപ്പോൾ കുഞ്ഞിൻ്റെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. നിങ്ങളും എൻ്റെ കൂടെ വായോ, സ്കൂളിലേക്ക് പോവാം നമുക്ക്. കുഞ്ഞിന് ഒരു ഡാൻസിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡാൻസും പരിപാടികളൊക്കെ കാണാം. എന്നിട്ട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഇന്ന് പങ്കുവയ്ക്കാം. കുറേ ദിവസമായി ഞാൻ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. നമുക്ക് എൻജോയ് ചെയ്യാം. വെൽക്കം ടു അവർ ചാനൽ മോർഫോ ചാൻസ്. ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാനിന്ന് യാങ്കോ ആപ്പിലാണ് കേട്ടോ ഞാൻ കാറ് ഡ്രൈവറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് വന്നിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ട്. കം, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടോ. ഇന്ന് സ്കൂൾ ഡേ വിശേഷങ്ങളും ആനുവൽ ഡേനൊപ്പം ഞാൻ സ്കൂളിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തന്നെ ആവാം എന്ന് വിചാരിച്ചു. ആരെങ്കിലുമൊക്കെ സ്കൂളിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആവും എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ഗ്ലോബൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയാം എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഞാൻ എടുത്ത കുറച്ച് ആനുവൽ ഡേ പ്രോഗ്രാമിന്റെ കുറച്ച് വീഡിയോസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ സൗണ്ടൊക്കെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടും പിന്നെ സൗണ്ട് വളരെ ഡിലീറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാനിവിടെ ഇടുന്നത്. ബിക്കോസ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നമ്മുടെ കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് വരാനായിട്ട് യാങ്കോ ആപ്പ്. നമ്മളിൽ കുറെ പേര് സിറ്റീസിലായിരിക്കില്ല, ഔട്ട്സ്കേർട്സിലൊക്കെ ആയിരിക്കും. അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സ് ആണ് യാങ്കോ, പിന്നെ അബുദാബി ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പും വളരെ യൂസ്ഫുൾ ആണ്. വിത്തിൻ 3 or 10 minutes ഒക്കെ നമുക്ക് വീട്ടിലേക്ക് ടാക്സി വരും. എപ്പോൾ വേണമെങ്കിലും 24 hours അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനിവിടെ ലിങ്കും ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ സ്കൂളിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ പങ്കുവെക്കുന്നത്. ആരെങ്കിലൊക്കെ അബുദാബിയിൽ വന്ന് സെറ്റിൽ ആവുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കുട്ടികളുള്ളവരാണെങ്കിൽ സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കും അല്ലേ. ഞങ്ങൾ ആക്ച്വലി ഷാർജ ദുബായിലാണ് കേട്ടോ താമസിച്ചിരുന്നത്. ഷാർജയിലാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്തിരുന്നത് ദുബായിലാണ്. പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ ജോബ് ഇവിടേക്ക് ഷിഫ്റ്റായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവേണ്ടി വന്നു. അപ്പോൾ നമ്മൾ സ്കൂൾസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ അബുദാബിയിൽ സ്കൂൾസ് കിട്ടാനായിട്ട് ഭയങ്കര പാടാന്നുള്ളത് മനസ്സിലാവുന്നത്. ആക്ച്വലി അപ്പോൾ എനിക്കുള്ള കുറച്ച് ഫ്രണ്ട് സർക്കിൾസിൻ്റെ അടുത്ത് സ്കൂൾസ്, ഇവിടെ അബുദാബിയിലുള്ള സ്കൂൾസിൻ്റെ ലിസ്റ്റൊക്കെ എടുത്തു. ഇവിടെ ആക്ച്വലി കമ്പയർ ടു ദുബായ് ഓർ ഷാർജ, മേ ബി കമ്പയർ ടു ദുബായ് ഓർ അജ്മാൻ, ഇവിടെ അബുദാബിയിൽ സ്കൂളിൻ്റെ ഫീസസ് വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ വീടെടുക്കാനായിട്ട് റെൻസും നല്ല കൂടുതലാണ്. നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് ഏത് സ്കൂളാണ്, ഏത് സിലബസാണ്, എങ്ങനത്തെ മീഡിയത്തിൽ നിന്നാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ കുട്ടി കംഫർട്ടബിൾ ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസും കമ്പയർ ടു ഷാർജ ഓർ അജ്മാൻ, ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസും കുറച്ച് കൂടുതലാണ്. നമ്മൾക്ക് സ്കൂളിൻ്റെ അടുത്ത് തന്നെ വീട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പിന്നെന്താ പറയാനുള്ളത്, ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾസ് കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിൽ കുറച്ച് നമ്പർ ഓഫ് സ്കൂൾസ് കിട്ടി നമുക്ക്. പിന്നെ മോള് ഫ്രഞ്ച് ലാംഗ്വേജ് ആയതുകൊണ്ട് അപ്പോൾ ഈ ഒരു സ്കൂൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത സ്കൂൾസിൽ ഏത് സ്കൂളിലാണ് ഫ്രഞ്ച് ഉള്ളത് ലാംഗ്വേജ്, അതും ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ഗ്ലോബൽ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂൾ ചൂസ് ചെയ്തത്. പിന്നെ ഉള്ള വേറെ സ്കൂൾസിൽ എനിക്ക് ആക്ച്വലി ഫ്രഞ്ച് ലാംഗ്വേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജംസിൽ നിന്നും എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഇന്ത്യൻ സ്കൂളിൽ നിന്നും, മുറൂർ ഇന്ത്യൻ സ്കൂളിൽ നിന്നും കോൾ വന്നിട്ടുണ്ടായിരുന്നു. മുറൂർ അല്ല, അൽ വദ്ബ ഇന്ത്യൻ സ്കൂൾ. ആക്ച്വലി കമ്പയർ ടു അതർ സ്കൂൾസ് ഇന്ത്യൻ സ്കൂളിൽ കുറച്ച് ഫീസ് അഫോർഡബിൾ ആണ്. പക്ഷേ അവിടെ ഫ്രഞ്ച് ലാംഗ്വേജ് ഇല്ല. പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ലെവലും അവിടുത്തെ അക്കാഡമിക്സും ഒക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് സ്കൂൾസ് ചൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഗ്ലോബൽ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂൾ ബനിയാസിലാണുള്ളത്. ഈ സ്കൂൾ തരക്കേടില്ലാതെ നല്ല ഒരു അക്കാഡമിക് വൈസും എന്താണ് പറയുക കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം കുട്ടികൾക്ക് വേണ്ടതുപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ മോള് ഇവിടെ ചേർന്നത് 3rd ഗ്രേഡിലാണ് ചേർന്നത്. ഇപ്പോൾ ഷീസ് ഇൻ 4th ഗ്രേഡ്, ഷീസ് ഗോയിങ് ടു 5th. അപ്പോൾ ഞങ്ങൾ മിഡിലാണ് ഇവിടെ വന്ന് ജോയിൻ ആയത്. ലൈക്ക് ഡിസംബറിലാണ് മോൾക്ക് സീറ്റ് കിട്ടിയത്. ഇവിടെ സീറ്റ് കിട്ടാൻ പാട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. വല്ല സീറ്റ്സ് അവൈലബിൾ ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഡിസംബറിൽ ഇവിടെ ഒരു വെക്കേഷൻ ഉണ്ട്, ലൈക്ക് വിൻ്റർ വെക്കേഷൻ. ആ ഒരു ടൈമിൽ മോൾക്ക് സീറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ മോള് പഠിച്ചിരുന്നത് അജ്മാൻ ഹാബിറ്റേറ്റ് സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ TC കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ആ ഒരു ടൈമിൽ വീടൊക്കെ നോക്കി ഒരു ഹോളിഡേ ഗ്യാപ്പൊക്കെ കിട്ടിയല്ലോ. ആ ഒരു ടൈമിൽ നമ്മൾ ന്യൂ ഇയർ ആയപ്പോഴേക്കും ഇവിടേക്ക് ഷിഫ്റ്റായി. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ലൈക്ക് എന്നിട്ട് നമ്മൾക്ക് രജിസ്ട്രേഷൻ കിട്ടി. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവർ കോൾ ചെയ്യും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ ഓൺലൈനിൽ തന്നെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. പിന്നെ ഓൺലൈനിൽ എക്സാംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ വിളിക്കുമ്പോൾ ഇവിടെ അബുദാബിയിൽ ലോക്കലിൽ തന്നെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. ലൈക്ക് ഇൻ്റർവ്യൂസ് തന്നെ ഉണ്ടാവും, കുട്ടികളുടെ ഇൻ്റർവ്യൂസ് ഉണ്ടാവുമല്ലോ ജോയിൻ ആവുന്നതിന് മുന്നേ. അപ്പോൾ അക്കാഡമിക് വൈസ് ഇൻ്റർവ്യൂസൊക്കെ അവർ കണ്ടക്ട് ചെയ്തിട്ട് ഇഫ് ദേ ആർ എലിജിബിൾ അവർ ആ ഒരു ഇൻ്റർവ്യൂസിലൊക്കെ പാസ്സായി എക്സാമിലൊക്കെ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ അവർ സീറ്റ് കൊടുക്കത്തുള്ളൂ കേട്ടോ. ബിക്കോസ് ഇവിടെ സീറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. കുട്ടികൾ എലിജിബിൾ ആണെങ്കിൽ മാത്രം സീറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ മോൾ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തു. അതിലെല്ലാത്തിലും നന്നായിട്ട് തന്നെ സ്കോർ ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞു ഷീസ് ഓക്കെ, അക്കാഡമിക് വൈസ് ഞങ്ങൾ മോളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ്സ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു. ലൈക്ക് സീറ്റ് അവൈലബിലിറ്റി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി സീറ്റ് അവൈലബിൾ ആണെങ്കിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഡിസംബറിലാണ് അവർ സീറ്റ് അവൈലബിലിറ്റി വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ ഡിസംബറിൽ ഇവിടെ TC കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ വീടെടുത്ത് ഇങ്ങോട്ടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഷംഖയിലാണ്. മോളുടെ സ്കൂളുള്ളത് ബനിയാസിലാണ്. ഇവിടെ നിന്ന് 20 minutes ഡ്രൈവ് ആണുള്ളത്. ബസ്സിൽ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വില്ല ഔട്ട്സ്കേർട്സിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ആ ഒരു ഏരിയയിൽ അവൈലബിൾ ആണോ എന്നും ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ സ്കൂൾസ് നോക്കുമ്പോൾ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീസ് സ്ട്രക്ചർ. നമുക്ക് അബുദാബി എഡക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ അബുദാബിയിൽ നമുക്ക് എല്ലാ സ്കൂൾസിൻ്റെയും വെബ്സൈറ്റ് തുറന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസ് സ്ട്രക്ചർ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഫീസ് അഫോർഡബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്കൂൾസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറേ ലിസ്റ്റ് ഓഫ് സ്കൂൾസ്, അബുദാബി ലിസ്റ്റ് ഓഫ് സ്കൂൾസ് ഓൾമോസ്റ്റ് ഒരു ഫീസ് തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവ് എന്ന് പറയാനുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സ്കൂൾസാണ് കേട്ടോ. ഇന്ത്യൻ സ്കൂൾസിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ഫീസ് കുറവാണെന്ന് തന്നെ പറയാം. പിന്നെ ബാക്കിയുള്ള സ്കൂൾസിലൊക്കെ ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് തന്നെ പറയാം. കുറച്ച് സ്കൂൾസിൽ കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ കുറവോ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളെ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഫീസ് സ്ട്രക്ചർ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ടേബിള് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ കുറേ എൻക്വയറീസ് ചെയ്തിരുന്നു. ലൈക്ക് എല്ലാ സ്കൂൾസും ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എല്ലാ സ്കൂൾസിനെയും വിളിച്ചിട്ട് എൻക്വയർ ചെയ്ത് നോക്കുമായിരുന്നു. ആൻഡ് റിക്വസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ സ്കൂൾസിന് സീറ്റ്സിന് വേണ്ടിയിട്ടും. പിന്നെ നമുക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിക്കമെൻഡേഷനും ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ചെയ്താലും നമ്മൾ കുറേ ട്രൈ ചെയ്തിരുന്നു. നമ്മൾ എന്നിട്ട് വീടെടുത്തിട്ട് ഈ ഒരു ഫ്ലാറ്റിൽ തന്നെ നമ്മളെടുത്ത ഈ ഒരു വില്ല അപ്പാർട്ട്മെൻറ്റ്സ് ആയിരുന്നു ഞങ്ങളെടുത്തത്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഈ ഗ്ലോബൽ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു PE സാറ്
ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അയാൾ ത്രോ ഒക്കെ റെക്കമെൻഡ് ചെയ്യാൻ നോക്കി. ഫൈനലി നമുക്ക് എന്താ പറയുക, മോൾക്ക് സീറ്റ് കിട്ടി, നമ്മൾ ഇങ്ങോട്ട് വന്നു. പക്ഷേ മോന് KG1 സീറ്റ് കിട്ടാനായിട്ടും കുറേ പാടായിരുന്നു കേട്ടോ. KGസിൽ സീറ്റ് കിട്ടാനും ഇവിടെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളുണ്ട്. അപ്പോൾ മോൻ അവിടെ അപ്ലൈ ചെയ്തിട്ട് മോൻ അവിടെ സീറ്റ് കിട്ടി. അവിടെയും KGയിലും ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ കുറച്ച് കളറിങ്ങും അതേപോലെ തന്നെ ആൽഫബറ്റ്സ് എഴുതാനും സം ഐഡൻറ്റിഫിക്കേഷൻ, ഷേപ്സ്, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളോട് ചോദിക്കും. അവരെങ്ങനെയാണ് റെസ്പോണ്ട് ആവുന്നത്, അങ്ങനത്തെ ചില കാര്യങ്ങൾ ഇൻ്റർവ്യൂസിൽ ഉണ്ടാവും കേട്ടോ. സോ ആ ഒരു കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു വെക്കണം. എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് റെസ്പോണ്ട് ആവുന്നത്, താങ്ക് യു പറയുന്നുണ്ടോ, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഇൻ്റർവ്യൂവിൽ ചോദിക്കും. അതേപോലെ തന്നെ മേ ബി സം റൈംസ് ചോദിക്കാം. അവരെങ്ങനെയാണ് റെസ്പോണ്ട് ആവുന്നത്, അവർ ഷേപ്സും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ, എഴുതാൻ അറിയുന്നുണ്ടോ, ഹൗ ദേ ആർ ഹോൾഡിങ് പെൻസിൽ, ഇതൊക്കെ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. മോസ്റ്റ്ലി ഇവിടെ നഴ്സറി എഡ്യൂക്കേഷൻ മസ്റ്റാണെന്നും ചില സ്കൂൾസിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബട്ട് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ പഠിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ആ ബേസിക് ആയിട്ടുള്ള നോളേജ് വീട്ടിൽ പേരൻറ്റിങ് ചെയ്താലും മതിയാവും. ആക്ച്വലി എൻ്റെ മോൻ നഴ്സറിയിലൊന്നും പോയിട്ടില്ല. ബട്ട് വീട്ടിൽ എന്താ പറയുക, വീട്ടിൽ ഞാനെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായി. നമ്പേഴ്സും അതേപോലെ തന്നെ ആൽഫബറ്റ്സും കുറച്ച് റൈംസും ഷേപ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും കളേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും കളറിങ് ചെയ്യാനൊക്കെ മോൻ അറിയായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ പോയിട്ട് ആക്ച്വലി ഇൻ്റർവ്യൂ കിട്ടാൻ തന്നെ പാടാണ്. അവിടെ സീറ്റ്സ് അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർവ്യൂ കിട്ടുള്ളൂ. മോൾ ആക്ച്വലി ഇവിടെ ജോയിൻ ആയിട്ടും മോന് നമുക്ക് അന്ന് സിബ്ലിംഗ് കോട്ടയിൽ മോന് സീറ്റ് കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ മോള് ഡിസംബറിലാണ് ജോയിൻ ആയത്. അത് ആ ഒരു ടൈമിൽ സിബ്ലിംഗ് കോട്ട ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സിബ്ലിംഗ് കോട്ടയിലും നമുക്കന്ന് സീറ്റ്സ് അവൈലബിൾ അല്ലായിരുന്നു. സോ നമുക്ക് മോളുടെ സ്കൂളിൽ അന്ന് സീറ്റ് കിട്ടിയില്ല. നമ്മൾ ഈവൻ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ വരെ പോയിട്ട് റിക്വസ്റ്റ് ചെയ്തു. ഈവൻ ഇവിടെ നിന്ന് റെക്കമെൻഡേഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ ഉള്ള PE സാർ പോയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് പോലും നമുക്ക് സീറ്റ് അവൈലബിൾ അല്ലായിരുന്നു അവിടെ. സോ ഞങ്ങൾ അന്ന് ലാസ്റ്റ് ഡേ പോയിട്ട് റിക്വസ്റ്റ് ചെയ്ത് പോയി. നെക്സ്റ്റ് സ്കൂളിൽ ഫീസൊക്കെ അടച്ച് വന്ന് അവരെ ഇൻഫോം ചെയ്തു ഓൾറെഡി ഫീസ് പേ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഒരു സ്റ്റാഫ് നമുക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയോ സംഭവം ഒപ്പിച്ചു. ഒരു 2 days കൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ തന്നെ സീറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് ഗ്ലോബൽ സ്കൂളിൽ നിന്ന് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ നിന്ന് നമുക്ക് കൊടുത്ത ഫീസ് റീഫണ്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പേ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് മോനും മോൾക്കും സെയിം സ്കൂളിൽ സീറ്റ് കിട്ടിയത്. കുറേ പേര് സീറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് വേണം നമുക്ക് ഓരോ സ്കൂൾസ് അബുദാബിയിൽ ചൂസ് ചെയ്യാൻ. കുറേ പേർക്ക് സ്കൂൾസ് കിട്ടാതെയും സ്കൂളിൽ എന്താ പറയുക ഇടയ്ക്ക് വെച്ച് ചേർത്തുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ട്യൂഷൻസിനൊക്കെ വിട്ടിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് സ്കൂളിൽ ചേർത്തുന്നവരും ഉണ്ട്. ആക്ച്വലി ദുബായ്, ഷാർജ, അജ്മാനിലൊന്നും ഈ ഒരു സിറ്റുവേഷൻ ആർക്കും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ലൈക്ക് അവിടെ കുറേ അധികം സ്കൂൾസ് ഉണ്ട് കമ്പയർ ടു അബുദാബി. ഈ അബുദാബിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദുബായ്, ഷാർജ, അജ്മാനിലൊക്കെ താമസിക്കുന്നവർ ഏതൊരു എമിറേറ്റിൽ വേണമെങ്കിലും പോയിട്ട്, ഇപ്പം നമ്മൾ ഷാർജയിലാണ്, മോള് പഠിച്ചിരുന്നത് അജ്മാൻ ഹാബിറ്റേറ്റ് സ്കൂളിലാണ്. സോ നമുക്ക് വേറെ ഒരു എമിറേറ്റിൽ പോയിട്ട് പഠിക്കാനുള്ള ആ ഒരു ചാൻസും അവിടെ താമസിക്കുന്നവർക്കുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബുദാബിയിൽ തന്നെ നിന്ന് പഠിക്കണം. ആക്ച്വലി ഈ ഒരു സറൗണ്ടിങ്സിലുള്ള സ്കൂൾസിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് ബാക്കിയുള്ള എമിറേറ്റ്സ് ഇവിടെ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇവിടെ സ്കൂൾ സീറ്റ്സ് അവൈലബിലിറ്റി വളരെ കുറവാണ്. സോ ഇതൊക്കെ നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ.
പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കരിക്കുലത്തിൻ്റെ കാര്യമാണ് കേട്ടോ. നമുക്ക് ഏതൊരു കരിക്കുലം വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ബ്രിട്ടീഷ്, അതേപോലെ CBSE സിലബസ്, O ലെവൽ, A ലെവൽ, അങ്ങനെ പലതരം സ്റ്റാൻഡേർഡ് ഓഫ് സ്കൂൾസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ CBSEയിൽ തന്നെ കുറച്ച് മിക്സ്ഡ് കരിക്കുലം ഒക്കെ ആയിട്ട് മയൂർ സ്കൂൾ, ഇതൊക്കെ ഹൈ സ്റ്റാൻഡേർഡ് സ്കൂൾസാണ്. ഈ മയൂർ സ്കൂൾസിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചധികം ഫീസ് കൂടുതലാണ്. സോ അങ്ങനെയൊക്കെ അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ സ്കൂൾസിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, വേറെ കരിക്കുലം ലൈക്ക് അമേരിക്കൻ സ്കൂൾസ്, O ലെവൽ സ്കൂൾസ്, അങ്ങനെ പല അധികം ലിസ്റ്റ് ഓഫ് സ്കൂൾസ് ഉണ്ട്. നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് ഓഫ് സ്കൂൾസും അതിൻ്റെ എഡക്ട് റേറ്റിംഗ്സും നോക്കിയിട്ട് വേണം നമ്മൾ മോസ്റ്റ്ലി സ്കൂൾ ചൂസ് ചെയ്യാനായിട്ട്. ഇവിടെ എഡക്ട് റേറ്റിംഗ്സ് വെച്ചിട്ട് നമുക്ക് സ്കൂൾസ് കമ്പയർ ചെയ്യാനും അവരുടെ എഡ്യൂക്കേഷൻ ലെവലും എല്ലാം നമുക്ക് അക്കാഡമിക് വൈസ് എങ്ങനെയുണ്ടെന്നും നമുക്ക് മോസ്റ്റ്ലി നമുക്ക് എഡക്കിൻ്റെ റേറ്റിംഗ്സ് അനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് വേണ്ടത് ഫീസ് സ്ട്രക്ചറാണ്. മയൂറിലൊക്കെ കുറച്ച് ഫീസ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ നമുക്ക് അത്രയ്ക്ക് അഫോർഡബിൾ ആണെങ്കിൽ ആസ് ഐ സെഡ് നമുക്ക് വേറെ കരിക്കുലം ചൂസ് ചെയ്യാവുന്നതാണ്. ലൈക്ക് നമ്മളുടെ ചൂസിങ് അനുസരിച്ചിട്ടും നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്കൂൾസ് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ കിട്ടാൻ കുറച്ച് പാടാണ്. ആസ് ഐ സെഡ് ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലുമൊക്കെ അതേ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ സിലബസൊക്കെ എടുത്തിട്ട് ഒന്ന് പ്രിപ്പയർ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. അത്ര ടഫായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് ഇൻ്റർവ്യൂസിൽ അറ്റൻഡായിട്ട് അങ്ങനെ കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ഒന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഹൈലി ടാലൻറ്റഡ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. സോ ആരെങ്കിലുമൊക്കെ പരിചയക്കാരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ബുക്സൊക്കെ മേടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആ സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഒന്ന് പഠിച്ചു പോയാൽ മതി. കുട്ടികൾക്കെല്ലാം ഈസി ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് തന്നെയാണ്. ഇനിയും നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഐ ആം റെഡി ടു ഷെയർ മൈ എക്സ്പീരിയൻസ്. പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. I am ready to help you. So thank you guys for watching this video up to this time. This is Sridevi signing off with your favorite channel Morpho Champs.
എല്ലാവരും ഈ സ്കൂൾ വീഡിയോ എൻജോയ് ചെയ്തു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ക്യാൻറ്റീനിൽ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് കുട്ടും ഞാനും വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ബൈ, സി യു ഗൈസ്, സി യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദിസ് ഈസ് ശ്രീദേവി signing off.